സ്ട്രൈക്കർ കോച്ചിങ്ങിന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഷഹനാദാണ്. എന്തെല്ലാടോ, എല്ലാവർക്കും സുഖല്ല ചങ്ങാതിമാരെ? അടിപൊളിയായിട്ട് പഠിക്കുന്നുണ്ടോ നിങ്ങള്? ഇനി പഠിക്കാൻ തയ്യാറാണോ? നോക്കൂ, ഒരു മിനിറ്റ്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയട്ടെ നിങ്ങളോട്. വരാൻ പോകുന്ന 2026 കമ്പനി ബോർഡ് LGS എന്ന് പറയുന്ന പരീക്ഷ ആദ്യം തന്നെ പറയുന്നു, ഇതിന്റെ നോട്ടിഫിക്കേഷൻ ഈ വർഷം അവസാനം വരികയുള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. 10ാം ക്ലാസ് യോഗ്യത, +2, ഡിഗ്രി, PG, നിങ്ങൾക്ക് ഏത് യോഗ്യത ഉണ്ടെങ്കിലും ഈ പരീക്ഷ എഴുതാം. ഒരു LGS പരീക്ഷയാണ്, വളരെ എളുപ്പമാണ് അല്ലെ? സിലബസ് ഒക്കെ ഞാൻ ഇപ്പൊ പറഞ്ഞുതരും. അപ്പൊ ഈ പരീക്ഷ നിങ്ങൾ നോക്കൂ, സംസ്ഥാനതല ലിസ്റ്റാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ ഉൾക്കൊള്ളിക്കുന്ന ഒരു വലിയ ലിസ്റ്റ് വരും. ഏറ്റവും കൂടുതൽ നിയമനം നടക്കുന്ന ഒരു പരീക്ഷയാണ്. അപ്പൊ തീർച്ചയായിട്ടും നല്ല പോസിറ്റീവ് ആയിരിക്കുക. ഈ ഒരു അവസരം നമുക്ക് അടിപൊളിയായിട്ട്, ഒരു സർക്കാർ ഉദ്യോഗം ആഗ്രഹിക്കുന്നവർക്ക് ഒരു അവസരമാണ്, അത് നേടിയെടുക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് കുറച്ച് വീഡിയോകളൊക്കെ ഞാൻ മുമ്പ് ചെയ്തിരുന്നു അല്ലെ? അപ്പൊ പലരും വിചാരിച്ചു ഓഗസ്റ്റ് 15 തുടങ്ങുമെന്ന് പറഞ്ഞ് എവിടെ പോയി? എടാ, ഞാൻ പറഞ്ഞിരുന്നു, കുറച്ചൊരു ആരോഗ്യ പ്രശ്നം വന്നിട്ട് ടെലഗ്രാം ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യുക. അവിടെ കൃത്യമായിട്ട് അപ്ഡേഷൻ ഞാൻ പറയും, ക്ലാസ് ഉള്ള ദിവസങ്ങളിലും PDF നോട്ടും ഒക്കെ. അപ്പൊ ടെലഗ്രാം ചാനല് എല്ലാവരും സ്ട്രൈക്കർ LGS എന്ന് സെർച്ച് ചെയ്താൽ മതി. അതല്ലെങ്കിൽ ഫസ്റ്റ് കമന്റിൽ പിൻ ചെയ്ത് വെക്കും കേട്ടോ. അപ്പൊ നമുക്ക് ഈ പറയുന്ന പഠനവുമായി ബന്ധപ്പെട്ട് ആദ്യം തന്നെ ഒരു ധാരണ വേണ്ടത് സിലബസിനെ കുറിച്ചാണ്. കംപ്ലീറ്റ് ഫ്രീ കോഴ്സ് ആണ്. ഒരു വർഷം നമുക്ക് പരീക്ഷയ്ക്കുണ്ട്. അപ്പൊ ഇനി നമ്മുടെ ലക്ഷ്യം 2026 LGS ആണ്. നിങ്ങൾ കട്ടക്ക് കൂടെയില്ലേ? നോക്കൂ, ഞാനൊരു ടൈം ടേബിൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുകയാണ്. ഈ ടൈം ടേബിൾ സാധാരണഗതിയിൽ കുറച്ച് ദിവസം ടൈം ടേബിൾ തരും, പിന്നെ നിങ്ങളത് ഫോളോ ചെയ്യില്ല. ആവശ്യമുള്ളവർക്കെല്ലാം ഈ ടൈം ടേബിൾ ഫോളോ ചെയ്യാം. കാരണം ഞാനൊരു ചെറിയൊരു പെയ്ഡ് ബാച്ച് ആരംഭിച്ചിരുന്നു. അതിന്റെ പരസ്യം എല്ലാ ബാച്ചൊക്കെ ക്ലോസ് ചെയ്തു. എനിക്ക് 95% ഈ വീഡിയോ കാണുന്നവര് എന്റെ ഫ്രീ ക്ലാസ് അല്ലെങ്കിൽ ഡെയിലി കൃത്യമായിട്ട് ഫ്രീ ക്ലാസ് കണ്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് എനിക്ക് ആവശ്യം. ഒരു 5% ഞങ്ങളുടെ പെയ്ഡ് ബാച്ച് ഉള്ളവർക്ക് ഇത് ഉപകാരപ്പെടും. അവരെ വിട്ടേക്കൂ. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, യൂട്യൂബിലൂടെ ഈ ഫ്രീ ക്ലാസ്സുകൾ ഉപകാരപ്പെട്ട് അല്ലെങ്കിൽ അത് വെച്ച് പഠിക്കുന്ന ഒരുപാട് പാവപ്പെട്ട ആളുകളുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ക്ലാസ്സുകൾ. മറ്റ് നെഗറ്റീവ് പറയുന്നവർ പറഞ്ഞോട്ടിടോ. പല ആപ്ലിക്കേഷനും 100 കണക്കിന് പെയ്ഡ് ചാനലുകളൊക്കെ ഉണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇവിടെ നിലനിന്ന് പോകാൻ കുറച്ച് പ്രയാസമാണ്. അപ്പൊ എന്തിരുന്നാലും മക്കളെ, നമ്മളിതാ ഈ ഒരു സിലബസ് വെച്ചിട്ട് കൃത്യമായിട്ട് കീറി മുറിച്ച് വെറുതെ ഒരു പഠനം വാരി വലിച്ച് അല്ലെങ്കിൽ PYക്ക് കുറച്ച് നോക്കുന്നു, അങ്ങനെയൊന്നും അല്ല. സിസ്റ്റമാറ്റിക് ആയിട്ട് സിലബസ് ഇങ്ങനെ ഓരോ ടോപ്പിക്കുകൾ പഠിച്ച് അതിന്റെ PDF നോട്ടൊക്കെ ഫ്രീ ആയിട്ട് ടെലഗ്രാം ചാനൽ നൽകുന്നു. ഞാൻ പറഞ്ഞല്ലോ, അതങ്ങനെ കൃത്യമായിട്ട് പഠിച്ച് നിങ്ങൾ പോന്നു കഴിഞ്ഞാൽ നോക്കൂ, നിങ്ങൾ വിചാരിച്ച ആ ഒരു ജോലിയിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും കേട്ടോ. ഇവിടെ സിലബസ് ഞാൻ ചെറുതായിട്ടൊന്ന് പറയാം. ഇതാണ് നമ്മുടെ ആകെ മൊത്തം സിലബസ്. കഴിഞ്ഞ കമ്പനി ബോർഡ് LGSന്റെ സിലബസ് ആണ്. ഞാൻ പറഞ്ഞല്ലോ, നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. ഇനി ആദ്യത്തെ സംശയമാണ്, പ്രിലിംസ് ഉണ്ടോ മെയിൻസ് ഉണ്ടോ? നിങ്ങൾ എന്തുണ്ടെങ്കിലും മെയിൻസിന് പഠിക്കുക. നോക്കൂ, മെയിൻ എക്സാമിന് വേണ്ടി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ എന്ത് ചെയ്യും? ജനുവരിയിലോ ഫെബ്രുവരിയിലോ മാർച്ചിലോ അടുത്ത വർഷം എപ്പോഴാണോ പ്രിലിംസ് വരുന്നത് അത് നിങ്ങളത് ക്രാക്ക് ചെയ്യും. അത് നിങ്ങൾക്ക് സുഖമായിട്ട് അതെന്ത് ചെയ്യാം, നേടാൻ പറ്റും. ഓക്കെ, അപ്പൊ മെയിൻസിന് നിങ്ങൾ പഠിച്ചാൽ മതി. മെയിൻസിന്റെ സിലബസ് ഇതാണ്. 40 മാർക്ക് പൊതുവിജ്ഞാനം, കറണ്ട് അഫേഴ്സ് നമ്മുടെ തുറുപ്പിച്ചിട്ടാണ്. സ്ട്രൈക്കർ കോച്ചിങ് എന്ന് പറഞ്ഞാൽ പല പിള്ളേരും പറയും അത് കറണ്ട് അഫേഴ്സ് ആണ് അല്ലെ? നമ്മുടെ ഈ ചാനലല്ല, നമ്മുടെ മെയിൻ ചാനലുണ്ട് അല്ലെ? ആ മെയിൻ ചാനലില് CAക്ക് വേണ്ടി മാത്രമാണ് ഇനി പ്രധാനമായിട്ടും ക്ലാസ്സുകൾ ഉണ്ടാവുക. നമ്മുടെ മെയിൻ ചാനല് സ്ട്രൈക്കർ കോച്ചിങ്, അതിന്റെ ലിങ്കും കമന്റിൽ ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളൊന്ന് സെർച്ച് ചെയ്താൽ മതി സ്ട്രൈക്കർ കോച്ചിങ് എന്ന് കേട്ടോ. ഓക്കെ, സ്ട്രൈക്കർ PSC എന്ന് പറയുന്ന ചാനലുണ്ട്, സ്ട്രൈക്കർ കോച്ചിങ് ഉണ്ട്. ഈ മെയിൻ ചാനലാണ് നമുക്ക് കറണ്ട് അഫേഴ്സ്, ഡെയിലി കറണ്ട് അഫേഴ്സ്, വീക്കിലി, മന്ത്ലി എല്ലാം ടോപ്പിക് വൈസ് എല്ലാം നൽകുക കേട്ടോ. അപ്പൊ 20 മാർക്ക് അവിടെയുണ്ട്. സയൻസ് 10 മാർക്ക്, പൊതുജനാരോഗ്യം 10 മാർക്ക്, മാത്സ്, മെന്റൽ എബിലിറ്റി. നമ്മൾ ക്ലാസ്സുകൾ ആരംഭിക്കാൻ പോവാണ്, മാത്സിന്റെ ഉൾപ്പെടെ. പ്രധാനപ്പെട്ട അധ്യാപകരുടെ ഒക്കെ ഫ്രീ ക്ലാസ്സുകൾ, ലക്ഷക്കണക്കിന് വ്യൂ ഉള്ള ക്ലാസ്സുകൾ യൂട്യൂബിലുണ്ട്. നിങ്ങൾ അത് കണ്ടു പഠിച്ചാൽ മതി. ഇനി അതും പോരാത്തവർക്ക് നമ്മളും ബുധൻ വെള്ളി ദിവസങ്ങളിൽ മാത്സിന്റെ ക്ലാസ് ആരംഭിക്കുന്നുണ്ട്. അങ്ങനെ ആകെ മൊത്തം 100 മാർക്കിന്റെ ക്ലാസ്സുകൾ യൂട്യൂബിലൂടെ നൽകുകയാണ്. ഇതാണ് നമ്മുടെ സിലബസ്. ഈ സിലബസും ഇന്നത്തെ ടൈം ടേബിൾ ഉൾപ്പെടെ ഞാൻ PDF എവിടെ കൊടുക്കും? ടെലഗ്രാം ചാനലിൽ കൊടുക്കും കേട്ടോ. നിങ്ങൾക്ക് ഇതാ GKയുടെ ഭാഗത്ത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട 5 മാർക്ക് ഞാൻ ഇങ്ങനെ കീറി മുറിച്ച് പറയുന്നില്ല. ഇതൊക്കെ വിശദമായിട്ട് പിന്നീട് ഒരിക്കൽ പറയും. ഓരോ ടോപ്പിക്കുകൾ നമ്മൾ പഠിച്ചു തീരും കേട്ടോ. ഓക്കെ, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട വെല്ലുവിളികൾ. ഇവിടെ ഒറ്റ വാക്കിലാണ് പലതും കൊടുക്കുക. ഒരു ഉദാഹരണം പറയാം. സ്വാതന്ത്ര്യ സമര സേനാനികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗാന്ധിജിയെ കുറിച്ച് പഠിക്കണം, ദാദാഭായ് നവറോജിയെ കുറിച്ച് പഠിക്കണം, നെഹ്റുവിനെ കുറിച്ച് പഠിക്കണം, പട്ടേലിനെ കുറിച്ച് പഠിക്കണം, ഇവരുടെയൊക്കെ സമരങ്ങൾ പഠിക്കണം. ഓക്കെ, ദേശീയ പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചരിത്രം വലിയൊരു ചരിത്രമാണ് അല്ലെ? 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം മുതൽ ഇങ്ങോട്ട് 47 വരെ നീണ്ടു നിൽക്കുന്ന വലിയൊരു ഏരിയ ഉണ്ട് പഠിക്കാൻ. അപ്പൊ ഇവിടെ നിങ്ങൾ ഒറ്റ വാക്കിൽ കാണുമ്പോൾ വളരെ ചെറുതാണെന്ന് തോന്നുമെങ്കിലും ഇതെല്ലാം കീറി മുറിച്ചു പഠിക്കണം. എന്നാലാണ് 5 മാർക്ക് കിട്ടുക. നമ്മുടെ മുമ്പിൽ ഒരു വർഷമുണ്ട്. നോ ടെൻഷൻ.
ഓക്കെ ആണോ? കൂൾ ആയിരിക്കുക. ഇതിന്റെ മുഴുവൻ ക്ലാസ്സും ഫ്രീ ആയിട്ട് തരുമെന്ന് ഞാൻ പറയുന്നുണ്ട്. അപ്പം തന്നെ പറയും ഡെയിലി കാണുന്നില്ലാലോ, എനിക്ക് അസുഖം വരും, പനി വരും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വരും. അപ്പൊ 1 2 3 ദിവസം ക്ലാസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് റിവിഷൻ ചെയ്യാനുള്ള കാര്യങ്ങൾ എവിടെ ഇടും? ടെലഗ്രാം ചാനൽ ഇടും. ഓക്കെ, അപ്പൊ ടെലഗ്രാം ചാനൽ കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ മതി എല്ലാവരും. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കൂ, പൗരന്റെ അവകാശങ്ങളും കടമകളും, ഇന്ത്യൻ ഭരണഘടന അടിസ്ഥാന വിവരങ്ങൾ, ഒരുപാട് ഫാക്ട് ഇതിനകത്ത് വരുന്നുണ്ട് പിള്ളേരെ. ആ ഒരുപാട് ഫാക്ട് വരുന്ന സമയത്ത് നമ്മൾ അതെല്ലാം കീറി മുറിച്ച് ഭരണഘടനയ്ക്കകത്ത് പഠിക്കണം. ഒരൊറ്റ വാക്യം ഇവിടെ ഉണ്ടാവും, അവകാശങ്ങളും കടമകളും, അല്ലെങ്കിൽ അടിസ്ഥാന വിവരങ്ങൾ. അവിടെ ഭരണഘടനാ ഭേദഗതി പഠിക്കണം, ഭരണഘടനാ സ്ഥാപനങ്ങൾ പഠിക്കാനുണ്ട്, സുപ്രീം കോടതിയെ കുറിച്ചും അല്ലെ പാർലമെന്റിനെ കുറിച്ചും ഒക്കെ വിശദമായിട്ട് പഠിക്കണം. എന്നാലാണ് 5 മാർക്ക് കിട്ടുക. അപ്പൊ ഓരോ ദിവസത്തെ ടൈം ടേബിൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇന്ത്യൻ ചരിത്രവും അതുപോലെ തന്നെ ഇന്ത്യൻ ഭൂമിശാസ്ത്രവും ഒക്കെ 5 മാർക്കാണെങ്കിൽ കേരളത്തിലേക്ക് വരുമ്പോൾ മെയിൻ എക്സാമിന് 10 മാർക്കാണ്. LGS പരീക്ഷയ്ക്ക് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേരള ഫാക്ട് അല്ലെങ്കിൽ കേരള ജോഗ്രഫി. കൃത്യമായിട്ട് ഞാൻ നിങ്ങളെ പഠിപ്പിക്കും. നോക്കൂ, അതുപോലെ തന്നെയാണ് കലാസാഹിത്യ കായിക സാംസ്കാരിക മേഖല, ഇച്ചിരി പ്രയാസമുള്ള ടോപ്പിക്കാണ്. സയൻസ് ബയോളജി 5 മാർക്കാണെങ്കിൽ പൊതുജനാരോഗ്യം മറ്റൊരു ഹൈലൈറ്റ് ആണ്. നോക്കൂ, LGSന്റെ മാത്രം ഹൈലൈറ്റ് ആണ് പൊതുജനാരോഗ്യം. നിങ്ങളൊരു 4 വർഷം മുമ്പൊക്കെ നമ്മുടെ ചാനലിലുള്ള പൊതുജനാരോഗ്യത്തിന്റെ ക്ലാസ് ഒക്കെ ഒന്ന് കണ്ടു നോക്കി. 50,000 60,000 1,00,000 ആളുകളൊക്കെ കണ്ട പൊതുജനാരോഗ്യ ക്ലാസ് ഉണ്ട് 3-4 വർഷം മുമ്പ്. അന്ന് മുതൽ നമ്മൾ ഇത് പഠിപ്പിക്കുകയാണ്. അപ്പൊ കൃത്യമായിട്ട് അന്നൊക്കെ 4 വർഷം മുമ്പൊക്കെ അന്ന് എടുത്ത ക്ലാസ്സുകൾ കഴിഞ്ഞ 2021 LGSന്റെ പരീക്ഷ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ഒന്ന് മക്കൾ എടുത്തു നോക്ക്. എത്രത്തോളം ചോദ്യങ്ങളാണ്, അതുപോലെയാണ് ക്ലാസ് എന്ന് വരുന്നത്. അപ്പൊ നിങ്ങൾ വെറുതെ എന്താ പറയുക, ഒരു ചാനൽ കണ്ടു എന്ന് കരുതി ഫോളോ ചെയ്യണ്ട. നിങ്ങൾ ഇതൊക്കെ പരിശോധിച്ചിട്ട് ധൈര്യത്തിൽ കൂടിക്കോ. ഇത് നിങ്ങൾക്ക് ഉപകാരം ചെയ്യൂ. നിങ്ങൾ ഇനി പൈസ കൊടുത്ത് ആപ്പ് എടുത്ത് പഠിക്കുന്നുണ്ടെങ്കിൽ അത് പഠിച്ചോളൂ, അതോടൊപ്പം ഇവിടെ ഫോളോ ചെയ്യുക. ഓഫ്ലൈനിൽ പോകുന്നവരാണെങ്കിൽ അതോടൊപ്പം ഒരു ദിവസം 1 മണിക്കൂറോ 2 മണിക്കൂറോ ഇപ്പൊ തൽക്കാലം നിങ്ങളുടെ 6 മാസം വരെ അങ്ങനെ ഫോളോ ചെയ്യുക. നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നിട്ട് കൂടുതൽ സമയം എടുത്ത് പഠിക്കാം കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഫിസിക്സും കെമിസ്ട്രിയിലെയും കാര്യങ്ങള്. ബയോളജിയിൽ ഞാൻ ഓരോന്ന് ഇങ്ങനെ പറയണ്ടല്ലോ, ഇതെല്ലാം ഞാൻ ക്ലാസ് നൽകാൻ പോവാണ്. മാത്സിന്റെ കാര്യം പറഞ്ഞു, ബുധൻ വെള്ളി ദിവസങ്ങളിൽ മാത്സിന്റെ ക്ലാസ് നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും. ഓക്കെ, ഇതെല്ലാം നൽകുമെന്ന് പറയാൻ കാരണം ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് പിള്ളേരെ പെയ്ഡായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അവർക്ക് ഇത് എനിക്ക് 1 വർഷം നൽകിയേ പറ്റൂ. അപ്പൊ പിന്നെ ഞാൻ തീരുമാനിച്ചു, അവിടെ കുറച്ച് പേർക്ക് എന്റെ മെന്റർഷിപ്പ് ആണ് കിട്ടുന്നത്. ഇവിടെ യൂട്യൂബിലൂടെ ഞാനിത് നൽകുമ്പോൾ ആ യൂട്യൂബ് ഒരു മെന്ററായിട്ട്, യൂട്യൂബിനെ ഒരു മെന്ററായിട്ട് കണ്ടുകൊണ്ട് നിങ്ങൾ ആയിരക്കണക്കിന് ആളുകൾക്ക് ഇത് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ചോട്ടെ. പക്ഷെ നിങ്ങൾ തുടക്കത്തിലുള്ള ആവേശം ഉണ്ടാവില്ല. മാക്സിമം ആളുകൾ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് അവരോട് പറയുക ഫോളോ ചെയ്യാൻ. എന്നിട്ട് നിങ്ങളൊരു കമ്പൈൻ സ്റ്റഡി ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ആ സ്ട്രൈക്കർ കോച്ചിങ് കൂടി ചെറുതായിട്ട് അതിന്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തുക. വളരെ സിമ്പിൾ ഒരു ടൈം ടേബിൾ അല്ലേടാ. ജോലി ചെയ്യുന്നവർക്ക്, വീട്ടമ്മമാർക്ക് എല്ലാവർക്കും ഇത് ഫോളോ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതിന്റെ പ്ലേലിസ്റ്റ് കൃത്യമായിട്ട് നമ്മുടെ ചാനലിലെ പ്ലേലിസ്റ്റുകൾ നോക്കി നമ്മുടെ ടെലഗ്രാം ചാനലിലെ PDF പഠിച്ച് നിങ്ങളൊന്ന് ഒരു 1-2 മാസം ഫോളോ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ടാവും. അല്ലാതെ വെറുതെ ഒരു എന്താ പറയാ, ഒരു നമ്മൾ പറയില്ലേ പ്രഹസനം എന്നൊക്കെ, അങ്ങനെയൊക്കെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി പഠിച്ചിട്ട് കാര്യമില്ല. ചിട്ടയായി മെല്ലെ മെല്ലെ വൃത്തിക്ക് പഠിച്ച് റിവിഷൻ ചെയ്യണം കേട്ടോ. അപ്പൊ റിവിഷൻ എങ്ങനെയാണെന്നൊക്കെ ഞാൻ പറയും. തൽക്കാലം ഒരു 10 ദിവസത്തെ ടൈം ടേബിൾ ആണ്. ഇത് എന്തുകൊണ്ടാണ് ഞാൻ CA എന്നിങ്ങനെ കൊടുത്തത്? നമ്മുടെ പിള്ളേർക്ക് രാവിലെ 5:30 അല്ലെങ്കിൽ 6 മണി ആ സമയത്ത് ഡെയിലി കറണ്ട് അഫേഴ്സ് ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അത് കുറച്ച് വർഷങ്ങളായി പോകുന്നതാണ്. അതിനെക്കുറിച്ച് ഞാൻ അവസാനം പറയാം. അതിനകത്ത് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവസാനം ഞാൻ പറയാം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഒരുപാട് സോഴ്സ് ഇപ്പൊ ഉണ്ട്. ടെലഗ്രാമില് അല്ലെങ്കിൽ യൂട്യൂബില് ഗൂഗിളിലൊക്കെ അടിച്ചു നോക്കിയാൽ ഇഷ്ടംമാതിരി ക്ലാസ്സുകൾ ഡെയിലി CA കിട്ടും. യൂട്യൂബ് തന്നെ ഫ്രീ ആയിട്ട്. എന്റെ ചാനലല്ലേ, എവിടെയെങ്കിലൊക്കെ കിട്ടും. നമ്മുടെ ചാനലില് ശനിയാഴ്ച അതല്ലെങ്കിൽ അതിനിടയിൽ ഏതെങ്കിലും ദിവസങ്ങളിലൊക്കെ ഞാൻ പറഞ്ഞല്ലോ, മെയിൻ ചാനൽ കറണ്ട് അഫേഴ്സ് ഞാൻ അപ്ലോഡ് ചെയ്യും. അത് പഠിക്കാൻ നിങ്ങൾക്ക് അതോടൊപ്പം വേണമെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി CA നോക്കാം. ഓക്കെ ആണല്ലോ. അതുകൊണ്ടാണ് ഞാൻ CA കൊടുത്തത്. നിർബന്ധമായിട്ട് പിള്ളേരെ നിങ്ങൾ പഠിക്കണം. ഒരു 10-20 പോയിന്റ് എങ്കിലും CA നിങ്ങൾ ഡെയിലി പഠിക്കണം. ഞാൻ നമ്മുടെ പെയ്ഡ് ബാച്ചിൽ പഠിപ്പിക്കുന്ന കാര്യം ആയതുകൊണ്ട് അതിവിടെ പറയുന്നില്ല. ഓക്കെ, നിങ്ങൾ അത് പഠിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാതിരി സോഴ്സ് കിട്ടും. നമ്മുടെ ചാനലിടും. ഞാൻ പറഞ്ഞത് CA നമ്മുടെ ചാനലിടും, പക്ഷെ ഡെയിലി ചിലപ്പോൾ തന്നോളുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് ഒരു വീക്കിലി ആയിരിക്കും നിങ്ങൾ അത് പഠിച്ചാൽ മതി കേട്ടോ. ഇനി നോക്കൂ, ഭരണഘടന വഴിയും വഴികാട്ടിയും എന്ന് പറയുന്ന SCERT 7ാം ക്ലാസ് 5 മാറും എന്തേ മിസ് ചെയ്ത് നോക്കണ്ട, അത് ഞാൻ തരും. വളരെ കുഞ്ഞു ചാപ്റ്റേഴ്സാണ്. അപ്പൊ നമ്മൾ പഠിക്കുമ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് 7, 8, 9, 10 ആദ്യം തീർക്കുക. എന്നിട്ട് അവസാനമാണ് 5, 6 ഒക്കെ ഒരു 2 ദിവസം മതി 5, 6 പഠിക്കാൻ കേട്ടോ. അപ്പൊ അതുകൊണ്ട് 7ാം ക്ലാസ്സും തുടങ്ങിയാണ്. പുതിയ ചാപ്റ്റർ ഭരണഘടനയും വഴിയും വഴികാട്ടിയും. കേരളത്തിന്റെ അടിസ്ഥാന വിവരങ്ങൾ നിങ്ങളുടെ എല്ലാവരുടെയും റാങ്ക് ഫയൽ ഉണ്ടാവും. എല്ലാവർക്കും ഒരു റാങ്ക് ഫയൽ വേണം. ഈ വീഡിയോയുടെ അവസാനം ഒരു ഗിവ് അവേ പോലെ ഞാൻ ഒരു റാങ്ക് ഫയൽ നിങ്ങൾക്ക് തരുന്ന കാര്യം പറയും. അപ്പോൾ അത് ഒരു റാങ്ക് ഫയൽ ഇപ്പം ആയിരക്കണക്കിന് ആളുകൾ ഒരുപക്ഷെ ഈ വീഡിയോ കാണുന്നുണ്ടാവും. അതിനകത്ത് ഏതെങ്കിലും ഒരാൾക്ക് ഒരു റാങ്ക് ഫയൽ തരുന്ന കാര്യം പറയാം. അപ്പൊ തൽക്കാലം കൂട്ടുകാർ എന്ത് ചെയ്യുക, എല്ലാവരും നിലവിൽ ഏതെങ്കിലും റാങ്ക് ഫയൽ കയ്യിലുണ്ടെങ്കിൽ അത് മതി.
ഓക്കെ, 2, 3, 4 വർഷത്തിനിടയിൽ വാങ്ങിയ റാങ്ക് ഫയൽ ഉണ്ട്, അത് മതി. ഇല്ലെങ്കിൽ ഒരു റാങ്ക് ഫയൽ പെട്ടെന്ന് വാങ്ങണം എന്ന് ഞാൻ പറയില്ല, 1-2 മാസം കൊണ്ട് സംഘടിപ്പിക്കണം. കാരണം നിങ്ങൾക്ക് ഒരു ജോലി ആഗ്രഹിക്കുന്നെങ്കിൽ നല്ലൊരു റാങ്ക് ഫയൽ ഏത് കമ്പനി വേണമെന്ന് ചോദിക്കേണ്ട. ഞാൻ പല കമ്പനി പറയാറുണ്ട്, ടാലന്റ് ഉണ്ട്, ലക്ഷ്യമുണ്ട്, ബെസ്റ്റ്, ഏതാണ് നിങ്ങളെ നമ്മുടെ തൊട്ടടുത്തുള്ള ഷോപ്പ് പോയിട്ട് നോക്കുക. നല്ല ബുക്ക്, തെറ്റില്ലാത്ത ബുക്ക് ആയതുകൊണ്ടാണ് ഞാൻ ഈ പേരുകളൊക്കെ എടുത്തു പറയുന്നത്. പലപ്പോഴും പേര് പറയാറില്ല, ഞാൻ ഇവരായിട്ട് യാതൊരു ബന്ധവുമില്ല. കഴിഞ്ഞ വീഡിയോയിൽ ആരോ പറഞ്ഞു പരസ്യമാണല്ല എന്നൊക്കെ. എടാ, ഞാൻ പരസ്യം പറയുന്നത് നമ്മളെ ഈ സ്ഥാപനങ്ങളുടെ പേര് പറയുന്നത് അവരോട് പൈസ വാങ്ങിയിട്ടല്ല എന്നാണ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. ഇതൊരു പരസ്യം തന്നെയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട ബുക്ക് ആയതുകൊണ്ട് ലക്ഷ്യം ഞാൻ പറയുന്നത്, അല്ലാതെ ലക്ഷ്യക്കാർ അറിഞ്ഞിട്ട് പോലും ഇല്ല. അവരെനിക്ക് പൈസ തന്നില്ല എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ കഴിഞ്ഞ വീഡിയോയിൽ, കേട്ടോ. അതല്ലാതെ അതൊരു പരസ്യം തന്നെയാണ്. നല്ല ബുക്ക് എനിക്ക് തോന്നിയപ്പോൾ ഞാനത് പറയും. നിങ്ങൾക്ക് ആഗ്രഹമുള്ളവർക്ക് അത് വാങ്ങാം. ചിലർക്ക് ടാലന്റ് ഇഷ്ടമാവും, ചിലർക്ക് ലക്ഷ്യം ഇഷ്ടമാവും. ഇനി വേറെ ഏതെങ്കിലുമൊക്കെ കമ്പനി ഉണ്ട്, നിങ്ങൾ കമന്റ് ചെയ്തോ. അപ്പൊ അതുപോലെ മാത്സ് നിങ്ങൾ എന്ത് ചെയ്യണം, ഡെയിലി നോക്കണം. ബുധൻ വെള്ളി ദിവസങ്ങളിലാണ് ഞങ്ങളുടെ പെയ്ഡ് ക്ലാസ് മാത്സ് ഉണ്ടാവുക. അതുപോലെ തന്നെ ഞാൻ യൂട്യൂബിലൂടെയും പരമാവധി മാത്സ് ക്ലാസ്സുകൾ എടുക്കും. അതിന്റെ PDF ഒക്കെ ഫ്രീ ആയിട്ട് നൽകും. അപ്പൊ നിങ്ങൾ പറ്റുന്നവര് ഒരു അരമണിക്കൂറെങ്കിലും ഫ്രീ ഉള്ളവര്, ഓക്കെ, എന്ത് മാത്സ് എനിക്ക് അറിയാവുന്ന അഹങ്കാരം ഉണ്ടെങ്കിലും കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തു നോക്കുക. ഒരു അരമണിക്കൂർ വർക്കൗട്ട് ചെയ്യുക ഡെയിലി. അപ്പൊ ഇത് രണ്ടും ഞാൻ റൗണ്ട് ചെയ്യാൻ കാരണം ഇത് രണ്ടും നിങ്ങൾ ഡെയിലി ചെയ്താൽ നിങ്ങൾക്ക് കമ്പനി ബോർഡ് LGS എന്ന് പറയുന്ന ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റും. ഓക്കെ ആണല്ലോ. ഡെയിലി ചെയ്തില്ലെങ്കിലും വീക്കിലി എങ്കിലും ഒരു 2 ദിവസമെങ്കിലും മാത്സ് വർക്കൗട്ട് ചെയ്യണം. ഞങ്ങളിപ്പോൾ അങ്ങനെയാണ് സ്റ്റാർട്ടിങ് ചെയ്യുന്നത്, കേട്ടോ. ഓക്കെ, CA നിർബന്ധമായിട്ടും ഡെയിലി ചെയ്യണം. കാരണം 20 മാർക്ക് CA, 20 മാർക്ക് മാത്സ്, മറക്കരുത്. ആകെ 100 മാർക്കിന്റെ പരീക്ഷയിൽ 40 മാർക്ക് ഇവിടെയാണ് കിടക്കുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ എല്ലാ ദിവസവും ഇത് കൊടുത്തത്. SCRT സെക്കൻഡ് ഡേ നമ്മൾ പഠിക്കുന്നു. അനീതി നീതിയിലേക്ക് എന്ന ചാപ്റ്റർ, യൂറോപ്യന്മാരുടെ ആഗമനം. അപ്പൊ ഇതിന്റെയൊക്കെ ക്ലാസ് ഈ റെഡ് കളറിൽ കാണുന്നതിന്റെ ക്ലാസ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും. ഓക്കെ, സാറേ ഡെയിലി ഇതുപോലെ തന്നെ തരുമോ എന്ന് ചോദിക്കേണ്ട. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് എന്റെ എന്തെങ്കിലും അസൗകര്യം വരുമ്പോൾ അത് 2 ദിവസം കഴിയുവാണെങ്കിൽ അപ്ലോഡ് ചെയ്യും. നിങ്ങൾ നിങ്ങളുടെ റാങ്ക് ഫയൽ വെച്ച് പഠിക്കുക. അതോടൊപ്പം യൂട്യൂബിൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് കാണാൻ ശ്രമിക്കുക. മിക്കവാറും ഞാൻ സമയം മാറ്റിയിട്ടുണ്ട്. രാവിലെ 10:30 നമ്മുടെ ക്ലാസ്, അല്ലെങ്കിൽ 11 മണിക്ക്, കേട്ടോ. ഈ ഒരു സമയത്തായിരിക്കും നമ്മുടെ യൂട്യൂബ് ക്ലാസ് അപ്ലോഡ് ചെയ്യുക. നിങ്ങൾ പറ്റുന്നവർ ആ സമയത്തൊന്ന് കാണുക. എല്ലാ കുഞ്ഞുങ്ങളൊക്കെ പോയി വീട്ടിൽ തിരക്കൊക്കെ ഒഴിഞ്ഞ വീട്ടമ്മമാരാണെങ്കിലും ഇനി ജോലി ചെയ്യുന്നവരാണെങ്കിൽ രാത്രി കണ്ടാൽ മതി. നിങ്ങൾക്ക് ഫ്രീ ഉള്ള സമയത്ത് കണ്ടാൽ മതി. ഓക്കെ, ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്ത് കാണും ഞാൻ പറയില്ല. എന്താണെങ്കിലും അന്നത്തെ ദിവസം തന്നെ ഞാൻ രാവിലെ ആയിരിക്കും അപ്ലോഡ് ചെയ്യുക. അത് നിങ്ങൾ കാണാൻ ശ്രമിക്കുക, കേട്ടോ. ഓക്കെ ആണല്ലോ. അപ്പൊ അങ്ങനെ ഡേ 3 വരുമ്പോൾ കേരളത്തിന്റെ ഭൂപ്രകൃതി ഉണ്ട്, ഇന്ത്യൻ ഉപഭൂഖണ്ഡം പഠിക്കാനുണ്ട്, ഭക്ഷ്യോൽപാദനം, ഭക്ഷ്യസുരക്ഷ, ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങൾ. ഞാൻ അങ്ങനെ വായിച്ചു പോകുന്നില്ല. സെയിം ഡേ 5 ഇപ്പൊ വെള്ളിയാഴ്ചയാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇതോടുകൂടി ടോപ്പിക്കുകൾ പഠിക്കുന്ന തിങ്കൾ മുതൽ വെള്ളി വരെയാണ്. അത് അവിടെ അവസാനിക്കുന്നു. 6-ാം തീയതി എത്തുമ്പോൾ 5 ദിവസം നിങ്ങൾ പഠിച്ച CA, ഞാൻ പറഞ്ഞല്ലോ ശനിയാഴ്ച ഞാൻ നിങ്ങൾക്ക് യൂട്യൂബിലൂടെ CA ക്ലാസ് തരും. അപ്പൊ നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാം, അത് കണ്ട് റിവിഷൻ ചെയ്ത് പഠിക്കാം. ഓക്കെ, മാത്സും നിങ്ങൾ ഒരാഴ്ച 5 ദിവസം പഠിച്ച കാര്യങ്ങൾ മാത്സും റിവിഷൻ ചെയ്യണം. ഡേ 6 എക്സാം എന്നീ കൂടെ കാണാം. ഇത് നിങ്ങൾക്കുള്ള എക്സാം അല്ല. ടൈം ടേബിൾ ഞാൻ എന്റെ പെയ്ഡ് ബാച്ചിൽ കൊടുത്ത ടൈം ടേബിൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാണ്. അവർക്ക് ഡെയിലി എക്സാം ഉണ്ടാകും. ഇനി ആരും തന്നെ മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് പെയ്ഡ് ബാച്ചിലൊന്നും ജോയിൻ ചെയ്യില്ല. അതെല്ലാം കഴിഞ്ഞു. നിങ്ങൾക്ക് ഒരു 6 മാസം കഴിഞ്ഞിട്ട് നമ്മളൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യും. എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നിട്ട് ഒരു 6 മാസം കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇപ്പോ ഇതൊരു ബിസിനസ് ആയിട്ട് എടുത്തിട്ട് എനിക്ക് ലക്ഷക്കണക്കിന് എന്താ പറയുക ഉദ്യോഗാർത്ഥികളെ ഒരു പരീക്ഷ നോക്കി കാണുന്നുണ്ട്. ഉറപ്പായിട്ടും 10,000-കണക്കിന് ആളുകൾ ഒരു പക്ഷേ ചെറിയ ഫീസൊക്കെ വെച്ച് കഴിഞ്ഞാൽ വരും. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ പഠിക്കാൻ ഒരുപാട് സോഴ്സ് ഓൺലൈനിൽ ഇഷ്ടംമാതിരി സാറുമാരും ആപ്പുകളുണ്ട്. അവിടെയൊക്കെ പോയി പഠിച്ചോളൂ. ഓക്കെ, നിർബന്ധമുള്ളവർ ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫ്രീ മെറ്റീരിയൽ കിട്ടുന്ന, ഫ്രീ എക്സാമുകൾ കിട്ടുന്ന ഒരുപാട് ആപ്പുകളുണ്ട്. ഈ ആപ്പുകളിലൊക്കെ എക്സാം ഫ്രീ ആയിട്ട് എഴുതാൻ പറ്റുന്ന എന്റെ വിശ്വാസം. നോക്കുക നിങ്ങൾ, എനിക്ക് അറിയില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഡെയിലി എക്സാം അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് പഠിക്കുക എവിടുന്നെങ്കിലൊക്കെ. ഓക്കെ, ഇതൊക്കെ ഫ്രീ ആയിട്ട് ചെയ്താൽ മതി. അപ്പൊ പറ്റുന്നവര് എന്ത് ചെയ്യുക, ഇല്ലെങ്കിൽ POA, തൊഴിൽ വാർത്ത, തൊഴിൽ വീതി, നിങ്ങൾക്ക് പല സോഴ്സ് ഉണ്ടാവുമല്ലോ. പഴയ ക്വസ്റ്റ്യൻസ് കിട്ടുകയാണെങ്കിൽ അത് PYQന്റെ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, എക്സാം കുറച്ച് എഴുതി നോക്കുക, കേട്ടോ. ഡെയിലി ഞാൻ പറയുന്നതോ ഈ പറഞ്ഞ ഫ്രീ ആയിട്ട് പഠിക്കേണ്ടവർക്ക് അതിനുള്ള സോഴ്സ് ഇന്ന് അവൈലബിൾ ആണ്. ഇനി 7-ാമത്തെ തീയതി നിങ്ങൾ എന്ത് ചെയ്യണം, 5 ദിവസം പഠിച്ച കാര്യങ്ങൾ ഇപ്പൊ സ്റ്റാർട്ടിങ് ആയതുകൊണ്ടാണ്, ഒരുപാട് ഓവർലോഡ് ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അത് റിവിഷൻ ചെയ്യണം. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇതിന്റെയൊക്കെ ചില പരീക്ഷകൾ ഞാൻ യൂട്യൂബിലൂടെയും നൽകും. എല്ലാം ഒന്നും നൽകാൻ പറ്റില്ലെങ്കിലും നമ്മുടെ പിള്ളേർക്ക് നൽകുന്ന ചില എക്സാമുകളൊക്കെ എന്റെ സമയത്തിനനുസരിച്ച് ഞാൻ എക്സാമുകളും മോക്ക് ടെസ്റ്റ് ആയിട്ട് ഇടും. പക്ഷെ മോക്ക് ടെസ്റ്റ് ഇടുന്ന സമയത്ത് യൂട്യൂബിൽ ആരും കാണുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങളുടെ അഭിപ്രായം പറയും. നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് യൂട്യൂബിൽ വേണമെങ്കിൽ ജസ്റ്റ് അഭിപ്രായം പറഞ്ഞോളൂ. വേണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ എക്സാമുകൾ മോക്ക് ടെസ്റ്റ് ആയിട്ട് വീക്കിലി യൂട്യൂബിൽ ഇടാം, കേട്ടോ. ഡേ 8 എന്ന് പറയുമ്പോൾ വീണ്ടും നമ്മൾ സോഷ്യൽ സയൻസ് തന്നെയാണ്. ഇവിടെ ഒരു ഡൗട്ട് ഞാനൊന്ന് പറയട്ടെ പിള്ളേരെ, നിങ്ങളോട് ഈ ഡൗട്ട് എന്ന് പറയാൻ കാരണം, ഇവിടെ 10-ാമത്തെ ചാപ്റ്റർ കണ്ടു നിങ്ങൾ, പിന്നെ 11 അല്ല കാണുന്നത് 12 ആണ്.
കഴിഞ്ഞ ദിവസം ആരൊക്കെയോ കമന്റ് ചെയ്യുന്ന കണ്ടു. 7ാം ക്ലാസ്സിന്റെ പ്ലേലിസ്റ്റ് സാർ അടിപൊളിയായിട്ട് എടുത്തിട്ടൊക്കെ ഉണ്ട്. ചാപ്റ്റർ 2, 3, 1, 2, പിന്നെ 3 ഇല്ല, 4, 5, പിന്നെ 6 ഇല്ല എന്നൊക്കെ പറഞ്ഞു. നമ്മുടെ LGSന് വേണ്ട ചാപ്റ്റേഴ്സ് നോക്കൂ, ഇവിടെ 12 വരെയുള്ള ചാപ്റ്റേഴ്സ് 12 ഡേ വരെ കഴിഞ്ഞു. എന്നിട്ട് ഞാനതാ LGSന്റെ സിലബസ് ഒന്ന് എഴുതിയിട്ടുണ്ട്. ഭരണഘടന വഴിയും വഴികാട്ടിയും 2ലാ തുടങ്ങുന്നത്. അപ്പൊ 1ഉം 2ഉം ചാപ്റ്റേഴ്സ് നമ്മുടെ സിലബസിൽ ആവശ്യമുള്ളതല്ല. LGSന്റെ സിലബസിൽ നോക്കൂ 4 വേണം. 5ാമത്തെ ചാപ്റ്റർ ആക്ച്വലി LDC എക്സാമിന് വേണം. 6 ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്, 7 കൊടുത്തു, 8 കൊടുത്തു, 9 ആക്ച്വലി LDC എക്സാമിന് വേണം. അപ്പൊ VFAക്കും ബിവറേജ് LDക്കും പഠിക്കുന്നവര് ഈ 5, 9 ഒക്കെ പഠിക്കണം. സാറേ അതുകൂടി എടുത്തു തരുമോ എന്ന് ചോദിക്കേണ്ട, ഞാൻ അത് എടുത്തു തരും. ഇപ്പയല്ല, LDCയുടെ നോട്ടിഫിക്കേഷൻ ഒക്കെ ഒരു 5 മാസം കഴിഞ്ഞിട്ടാണ് വരിക. VFAയുടെ നോട്ടിഫിക്കേഷൻ ഒക്കെ വരും. അപ്പോഴേക്കും നമ്മൾ ഈ ചാപ്റ്റർ എടുക്കും. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇപ്പൊ എന്റെ പ്രയോറിറ്റി അല്ലെങ്കിൽ ഞാനിപ്പം ഊന്നൽ നൽകുന്നത് കമ്പനി ബോർഡ് LGSന് വേണ്ടിയിട്ടായതുകൊണ്ട് കമ്പനി ബോർഡ് LGSന് വേണ്ട സിലബസിലുള്ള ചാപ്റ്റേഴ്സ് മാത്രമാണ് ആദ്യം ഫിനിഷ് ചെയ്യുക. അപ്പൊ ഇത് ഈ ഒരു 10 ദിവസം അല്ലെങ്കിൽ 2 ആഴ്ച പഠിക്കാനുള്ള ചാപ്റ്റേഴ്സ് ആണ്. ഇതാണ് നിങ്ങൾ 7ാം ക്ലാസ്സിൽ 2 ആഴ്ച LGSന്റെ സിലബസിലുള്ള ചാപ്റ്റേഴ്സ് പഠിക്കേണ്ടത്. ക്ലിയർ ആണോ? അതുകൊണ്ടാണ് ചില ചാപ്റ്റേഴ്സ് ഒഴിവാക്കുന്നത്. ഇപ്പം വൈദ്യുതിയുമായി ബന്ധപ്പെട്ട നമ്മുടെ സിലബസിലില്ല എന്ന് വെച്ച് ചോദ്യം ചോദിക്കില്ല എന്നല്ല, പക്ഷെ നമ്മൾ സിലബസ് അനുസരിച്ച് പഠിക്കുന്ന ഒരു സിസ്റ്റം ആയതുകൊണ്ടാണ് സിലബസ് അനുസരിച്ചുള്ള ചാപ്റ്റേഴ്സ് മാത്രം നോട്ട് ചെയ്ത് പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ ഡേ 12 കഴിഞ്ഞാൽ വീണ്ടും അടുത്ത ശനിയാഴ്ച, സെക്കൻഡ് ശനിയാഴ്ച വരുന്ന സമയത്ത് വീണ്ടും ഇതുപോലെ തന്നെ CA എക്സാം, CA റിവിഷൻ ഉണ്ടാവും. ദെൻ 14ാമത്തെ ദിവസം എന്ത് ചെയ്യും, നമ്മൾ വീണ്ടും മൊത്തം ഫൈനൽ GK റിവിഷൻ ചെയ്യും. ഇങ്ങനെ ഒരു ടൈം ടേബിൾ ആണ്. നിങ്ങൾക്ക് ഇത് നോക്കുക, PDF ഒക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ സ്വന്തമായിട്ട് പഠിക്കാൻ പറ്റുമെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ ഈ കളറിൽ കാണുന്ന ഇപ്പൊ കേരളത്തിലെ ഇടനാട് തീരപ്രദേശം ക്ലാസ് എടുത്തു തരുന്നതാണ് കേട്ടോ. ഈ പറയുന്ന നാട്ടുരാജ്യങ്ങളുടെ ഏകീകരണം എല്ലാം ക്ലാസ് എടുക്കും. ബ്രിട്ടീഷ് ആഗമനം ക്ലാസ് എടുത്തു തരും. ആസിഡും ബേസുകളും ഓൾറെഡി ക്ലാസ് എടുത്തു. വിളയിക്കാം നൂറുമേനി ഓൾറെഡി ക്ലാസ് എടുത്തു. ബജറ്റ് ക്ലാസ് എടുത്തു തരും. ചരിത്രത്തിന്റെ ആധാരശിലകൾ ക്ലാസ് എടുത്തു തരും. ജീവകങ്ങളും ധാതുക്കളും ക്ലാസ് ഓൾറെഡി എടുത്തിട്ടുണ്ട് കേട്ടോ. കോശം ക്ലാസ് എടുത്തു തരും. അപ്പൊ നിങ്ങൾക്ക് ഇതെല്ലാം യൂട്യൂബ് ക്ലാസ് എടുത്തു തരുന്ന കാര്യമാണ് പറയുന്നത്. ഞാൻ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ പറയാറുള്ളൂ, പറയുന്ന കാര്യങ്ങൾ ചെയ്യാറുണ്ട്. തഗ് ഡയലോഗ് അടിച്ചല്ല. അപ്പോ ഇനിയിപ്പോ ഇതൊരു പെയ്ഡ് ബാച്ചിന്റെ പ്രൊമോഷൻ ആണെന്ന് പറയണ്ട. ആവശ്യമുള്ള ആരെങ്കിലും ഈ പറയുന്ന രാവിലെ ഓഡിയോ ക്ലാസ്സുകൾ ഒരു 5:30 എന്നൊക്കെ പറഞ്ഞാൽ 6 മണിക്ക് തുടങ്ങിയാൽ ഒരു 7 മണി വരെ ലൈവ് ക്ലാസ് ആയിരിക്കും. ഇതിന്റെ റെക്കോർഡ് കിട്ടും. ഓക്കെ, ഓഡിയോ ക്ലാസ് ആയിരിക്കും, അതിന്റെ റെക്കോർഡ് കിട്ടും, അതിന്റെ PDF എല്ലാ ദിവസവും കിട്ടും. താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഞാൻ വീണ്ടും പറയുന്നു, ഒരു നിർബന്ധമില്ല, ഇതൊക്കെ ഫ്രീ ആയിട്ട് കിട്ടും. എന്നിട്ടും ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഇതിന്റെ അഡ്മിഷൻ ക്ലോസ് ചെയ്യില്ല. അതാണ് ഇതിന്റെ പ്രത്യേകത. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിൽ ജോയിൻ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഈ നമ്പറിലേക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ കേട്ടോ. ഓക്കെ, ഇതൊരു ഡിസംബർ വരെയാണ് ഇപ്പൊ നമ്മൾ ഫീസ് വാങ്ങുക. പിന്നെ അങ്ങോട്ട് അടുത്തൊരു 6 മാസം, അടുത്ത 2026 വീണ്ടും വാങ്ങും. ഇങ്ങനെ തുടർന്ന് പോവുക ചെയ്യുക. അതാണ് തുടരാൻ ഇത് CA ബാച്ച്. ജസ്റ്റ് ആഗ്രഹമുള്ളവർക്ക് ഈ പറഞ്ഞ മന്ത്ലി, ഞാൻ വീണ്ടും പറയുന്നത്, ഫ്രീ ആയിട്ട് പഠിക്കാം. 60, 70, 50 ആ രൂപയൊക്കെയാണ് നമ്മൾ വാങ്ങാറ്. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും മാസം ഒരു 30 ക്ലാസ് ഒക്കെ കിട്ടുമ്പോൾ അത് ഉപകാരപ്പെടും. ഇനി ഞാൻ നിങ്ങളോട് തുടക്കത്തിൽ പറഞ്ഞിരുന്നു, റാങ്ക് ഫയൽ വെച്ചിട്ട് വേണം ഇതൊക്കെ പഠിക്കാൻ. നിർബന്ധമായിട്ട് റാങ്ക് ഫയൽ വേണം. ലക്ഷ്യയുടെ ഏറ്റവും പുതിയൊരു നല്ലൊരു അഡ്വാൻസ്ഡ് റാങ്ക് ഫയൽ ഉണ്ട്, 10th മെയിൻസിന്റെ. ഈ റാങ്ക് ഫയൽ ഞാൻ നൽകുന്നല്ല. കഴിഞ്ഞ സാർ ഒന്ന് കമന്റ് ചെയ്തു, ഇത് പെയ്ഡ് പ്രൊമോഷൻ അല്ലേ? എടോ, പെയ്ഡ് പ്രൊമോഷൻ ആണ്. ആ പെയ്ഡ് നിങ്ങൾക്കുള്ളതാണ്, എനിക്കുള്ളതല്ല എന്നാ പറഞ്ഞത്. എനിക്ക് ഈ ഒരു പുസ്തകത്തിന് 1600 രൂപയുണ്ട്. പിള്ളേരെ, എനിക്ക് 2 അഡ്മിഷൻ എടുത്താൽ ഈ പൈസ കിട്ടും. ഓഫ്ലൈനിൽ കഴിഞ്ഞ 8 വർഷത്തിന് മുകളിലായി ഞാൻ ക്ലാസ് എടുക്കുന്നു. 9 വർഷം ആവാൻ പോവാണ്. ഒരു ദിവസം ക്ലാസ് എടുക്കാൻ പോയാൽ, ഇപ്പോഴല്ല, 7 വർഷം മുമ്പ് വരെ എനിക്ക് ഒരു ദിവസം 3000, 4000 രൂപ കിട്ടിയിരുന്നു. ഒരു ദിവസം ക്ലാസ് എടുക്കാൻ പോയാൽ. 7 വർഷം മുമ്പുള്ള കാര്യമാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റും എനിക്ക് എത്ര റാങ്ക് ഫയൽ ഇതുപോലെ വാങ്ങാൻ പറ്റും. 30 ദിവസം പണിക്ക് പോയാൽ. 25 ദിവസവും ക്ലാസ് എടുത്തിരുന്ന ഒരാളാണ് ഞാൻ. അതൊക്കെ നിർത്തിയിട്ട് ഇപ്പൊ വർഷങ്ങളായിട്ട് ഇപ്പൊ ഓൺലൈനിൽ ഇതാ നോക്കൂ, ഇത് ഇന്നലെ വന്നൊരു മെസ്സേജ് ആണ്. എന്റെ ഓൺലൈനിൽ എനിക്കൊരു പുതിയ യൂട്യൂബ് ഇങ്ങോട്ടൊരു മെസ്സേജ് അയച്ചു. 6 വർഷമായി ഞാൻ വീഡിയോ ക്ലാസ് തുടങ്ങിയിട്ട്. ഓഗസ്റ്റ് 16-ാം തീയതി ഇന്നലത്തേക്ക് 6 വർഷം മുമ്പാണ് ഞാൻ ആദ്യമായിട്ട് യൂട്യൂബില് വീഡിയോ നമ്മുടെ ഈ ചാനൽ ഇട്ട് തുടങ്ങിയത്. അപ്പൊ നോക്കൂ, 6 വർഷമായി യൂട്യൂബ് ക്ലാസ് നൽകി തുടങ്ങിയ ഒരാളെ സംബന്ധിച്ച് ഈ 6 വർഷം കൊണ്ട് ഞാൻ ആകെ 2 പുസ്തകങ്ങളാണ്. പ്രൊമോഷൻ അല്ല, ഞാൻ വീണ്ടും പറയുന്നു, അവരെനിക്ക് കരിയർ ഗൈഡൻസിന് എനിക്കൊരു പൈസയും തന്നിട്ടില്ല. അതുപോലെ തന്നെ ഈ പുസ്തകം അയച്ചെന്ന ചേട്ടനും എനിക്കൊരു പൈസ തന്നില്ല. അദ്ദേഹം എനിക്കൊരു റാങ്ക് ഫയൽ, ഞാൻ പറഞ്ഞു, ഈ പുസ്തകത്തെ ഞാൻ ഒന്ന് പരിചയപ്പെടുത്തുമ്പോൾ അതിൽ ഏതെങ്കിലും ഒരു പാവപ്പെട്ട ആൾക്ക് ഈ പറഞ്ഞ രൂപത്തിൽ ഒരു പുസ്തകം അവർ പറഞ്ഞപ്പോൾ അത് അവർക്ക് അവർ പറഞ്ഞുകൊണ്ട് നല്ലൊരു മനസ്സായതുകൊണ്ട് ഞാനത് പറഞ്ഞു. പിന്നെ ഇത് ഗാദി ബോർഡ്, നമ്മുടെ ക്ഷേത്രം ദേവസ്വം ബോർഡിന്റെ മത്സരങ്ങൾക്ക് ഞാൻ ക്ലാസ് എടുക്കാത്തതുകൊണ്ട് ഏതെങ്കിലും കുട്ടികൾക്ക് അതിന്റെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പുസ്തകം ആവശ്യമുള്ളവർ തിരഞ്ഞു നടക്കുന്നൊക്കെ ഉണ്ടാവും. അവരുടെ അറിവിലേക്ക് പറഞ്ഞതാണ് കേട്ടോ. അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് ആഗ്രഹിക്കുന്നവർ, ഇനി ആർക്കെങ്കിലും ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്ത് ഒരു ചോദ്യം ചോദിക്കാം നിങ്ങളോട് കേട്ടോ.
ചോദ്യം ഞാൻ മറന്നുപോയി. തൽക്കാലം ഞാനൊരു ഹിന്റ് തരാം. നോക്കണേ. 1966 ഏപ്രിൽ 18 തീയതിയാണ് ഈ ഒരു തുറമുഖത്തെ മേജർ തുറമുഖമായിട്ട് പ്രഖ്യാപിക്കുന്നത്. ഇന്ത്യയില് ഈ തുറമുഖത്ത് നിന്നും ഇരുമ്പയിര് ജപ്പാനിലേക്ക് കയറ്റുമതി ചെയ്യുന്നുണ്ട്. ജപ്പാനിലേക്ക് ഇരുമ്പയിര് കയറ്റുമതി ചെയ്യുന്ന തുറമുഖമാണിത്. 1966 ഏപ്രിൽ 18 ഇത് മേജർ തുറമുഖമായി പ്രഖ്യാപിച്ചത്. ഏതാണ് ഈ തുറമുഖം എന്ന് കമന്റ് ചെയ്യുക. ഏപ്രിൽ 18 എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് മറ്റൊരു ചോദ്യം, ഏപ്രിൽ 18 ലോകത്ത് എന്തായിട്ടാണ് ആചരിക്കുന്നത്? ഏപ്രിൽ 18 ഈ രണ്ടെണ്ണം ഞാൻ കമന്റ് ചെയ്യാൻ പറയുന്നത്, ഓൾറെഡി ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഈ കമന്റിൽ നിന്നും ഷഫിൾ ചെയ്തിട്ട് ഏതെങ്കിലും ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ കൂട്ടുകാർ കമന്റ് ചെയ്യുന്നവര് ഉത്തരം അറിയാൻ വേണ്ടി പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു ചോദ്യം ചോദിക്കുന്നത്. നിങ്ങൾ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ അറിവാണ്. അപ്പോൾ അതിനടിയിൽ ഒന്ന് കമന്റ് ചെയ്യുക, എനിക്ക് പുസ്തകം വേണ്ട എന്ന്. അഥവാ നിങ്ങളെയാണ് ഞാൻ പിക്ക് ചെയ്യുന്നതെങ്കിൽ പുസ്തകം അർഹതയുള്ള, അത് റാങ്ക് ഫയലൊക്കെ ഉള്ള ഒരാൾ വെറുതെ എന്തിനാണ് ഏതെങ്കിലും ഒരു പാവപ്പെട്ട ആൾക്ക് കിട്ടിക്കോട്ടെ ചെയ്തിട്ടാണ്. അപ്പൊ ഉത്തരങ്ങൾ ഒരു 100 പേര് കമന്റ് ചെയ്തതിനകത്ത് ഞാൻ അതിനകത്ത് ഏതോ ഒരാളെ തിരഞ്ഞെടുക്കും. അപ്പൊ പുസ്തകം വേണ്ടാത്തവർ ആ കമന്റിൽ ഉത്തരത്തോടൊപ്പം ജസ്റ്റ് എനിക്ക് ബുക്ക് വേണ്ടാന്ന് കമന്റ് ചെയ്യണം. ഫസ്റ്റ് നിങ്ങളാണ് പിക്ക് ചെയ്യുന്നെങ്കിൽ അപ്പോൾ ഒരാൾക്ക് ഈ പുസ്തകം അയച്ചു കൊടുക്കും. ഞാൻ പറഞ്ഞല്ലോ, അത് ഇവർ തന്നൊരു കാര്യം ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നേ ഉള്ളൂ, അത്രയേ ഉള്ളൂ. അപ്പൊ എല്ലാവരും സന്തോഷമായിട്ട് ഇരുന്ന് പഠിക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിച്ച ഈ ഒരു കമ്പനി ബോർഡ് LGS ജോലിയിലെത്താൻ നിങ്ങളുടെ കൂടെ നമ്മുടെ ചാനൽ ഉണ്ടാവും. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഈ കമന്റ് ചെയ്യുന്ന ആളുകളോട് പറയാനുള്ളത്, സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ മാത്രമേ അവരിലേക്ക് ഈ മെസ്സേജ് എത്തത്തുള്ളൂ. മെയിൽ ID ത്രൂ ഞാൻ അവരെ ബന്ധപ്പെട്ടോ. അപ്പൊ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. ചെയ്യാത്തവരൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക കൂട്ടുകാർക്കൊക്കെ. നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോ കാണാം. അതുവരെ ഗുഡ് ബൈ, താങ്ക് യു.